السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. عبد الله بن عباس رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ സതറ ഔറത അഖീഹിൽ മുസ്ലിം സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ആരെങ്കിലും തൻ്റെ മുസ്ലിം സഹോദരൻ്റെ ഏതെങ്കിലും ഒരു ന്യൂനത ഒരാൾ മറച്ചു വെക്കുകയാണ് എങ്കിൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കുമെന്ന്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വമൻ കശഫ ഔറത അഖീഹിൽ മുസ്ലിമി കശഫല്ലാഹു ഔറതഹു ഹത്താ യഫ്ളഹു ബിഹാ ഫി ബൈതിഹി. ഇനി ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരൻ്റെ ഔറത്തിനെ, തൻ്റെ സഹോദരൻ്റെ ന്യൂനതയെ ഒരാൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അവനെ വഷളാക്കുന്ന രൂപത്തിൽ അവൻ്റെ ഒരു ന്യൂനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരികയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഏതൊരു മനുഷ്യനാണ് എങ്കിലും അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിൽ നമ്മളെ ഒരു നിലക്കും ബാധിക്കാത്ത, ആ മനുഷ്യനെ മാത്രം ബാധിക്കുന്ന ചില ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അയാളോട് പേഴ്സണലായിട്ട് പോയി തിരുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളുടെ ന്യൂനത ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് പറഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഔറത്ത്, നമ്മുടെ ഒരു ന്യൂനത എന്ത് ചെയ്യും, അല്ലാഹു പുറത്ത് കൊണ്ടുവരും. അത് നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മളെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, വഷളാക്കുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. എന്നാൽ നമ്മളത് മറച്ചു വെക്കുകയാണെങ്കിലോ നമ്മുടെ ഒരുപാട് ന്യൂനതകൾ എന്ത് ചെയ്യും, അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ മറച്ചു വെക്കും, മാലോകർക്ക് മുമ്പിലായിക്കൊണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഭാവ ഗുണം അവിടുന്ന് പറയുന്നത് കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബലഗഹു മാ യക്റഹുഹു ലം യഖുൽ മാ ബാലു ഫുലാനിൻ യഖൂലു കദാ വലാകിൻ യഖൂലു മാ ബാലു അഖ്വാമിൻ യസ്നഊന ഔ യഖൂലൂന കദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് വെറുപ്പുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ സംബന്ധിച്ച് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി ഒരിക്കലും ഇങ്ങനെ പറയൂല, മാ ബാലു ഫുലാനിൻ, ഇന്ന ആളെ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യൂല, പറയില്ല. ഒരാളെ പേര് വെച്ചുകൊണ്ട്, ഇപ്പോൾ സെയ്ദ് ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദിന്റെ അവസ്ഥ എന്താണ് എന്നെന്ത് ചെയ്യൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു രൂപം, മാ ബാലു അഖ്വാമിൻ യസ്നഊന കദാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, മാ ബാലു അഖ്വാമിൻ യഫ്അലൂന കദാ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാളുടെ പേര് വെച്ചുകൊണ്ട് അയാളെ പറ്റിയിട്ട് തന്നെ കാരണം പറഞ്ഞിട്ടുണ്ടാവുക, അയാളെ പറ്റിയിട്ട് തന്നെ കാരണം തങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവുക, എന്നാലും അയാൾ ചെയ്ത പ്രവർത്തനത്തിലേക്ക് ചേർത്തിക്കൊണ്ട് എന്ത് ചെയ്യും, അത് പറയും. അതല്ലാതെ ആ മനുഷ്യൻ എന്ത് ചെയ്യൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളീഹത്തിലാക്കൂല, മോശത്തരത്തിലാക്കൂല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സുന്ദരമായൊരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. വഅലം അന്നന്നാസ ഇദാ ഉഅ്ജിബു ബിക ഫഇന്നമാ ഉഅ്ജിബു ബിജമീലി സിത്രില്ലാഹി അലൈക. ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ജനങ്ങൾ നിന്നെ ഏതെങ്കിലും നിലക്ക് നിന്റെ കാര്യത്തിൽ അത്ഭുതം കൂറുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും നിന്റെ കഴിവല്ല, മറിച്ച് അള്ളാഹു നിന്റെ ന്യൂനതകൾക്ക് വെച്ച ഭംഗിയായ മറയുടെ പേരിലാണ് അവർ നിന്നെ എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആ മറ നീക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് കുഴപ്പങ്ങൾ, ഒരുപാട് ദുശീലങ്ങൾ, വൃത്തികേടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചത് കൊണ്ടാണ് മറ്റുള്ള ആളുകൾ നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതല്ലാതെ നിന്റെ കഴിവ് കൊണ്ടോ അതല്ലാതെ നിന്റെ സ്വഭാവ ഗുണം കൊണ്ടോ ഒന്നുമല്ല ജനങ്ങൾ ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്നും കൂടി നീ മനസ്സിലാക്കണമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകളുടെ ഒരു മസ്ലഹത്തും ഇല്ല എങ്കിൽ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നോക്കി നടക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.